വെൽക്കം ടു ഓൾ. നമ്മൾ ഇനി മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാണ്ട് ഇന്ന് അതിന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ലസ്ട്രേഷൻ 16 ആണ്. എ കമ്പനി പെയ്ഡ് ഡിവിഡൻഡ് എമൗണ്ടിങ് ടു 0.75 per share during the last year. That is last year dividend ആണ് തന്നിരിക്കുന്നത്. സോ ഓർക്കേണ്ട കാര്യം ഇറ്റ് ഈസ് D0. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാലും കറണ്ട് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാലും അത് D0 ആണ്. ഫോർമുലയിൽ നമുക്ക് എപ്പോഴും വേണ്ടത് D1 ആണ്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ്. The company is expected to pay 2 per share during the next year. അപ്പൊ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് D1. Investors forecast a dividend of 3 per share in the year after that. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ 3 per share ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. Then it is expected that the dividend will grow at 10%. അതിനുശേഷം എന്താണ് ഡിവിഡൻഡ് 10% ഗ്രോ ചെയ്യും പെർ ഇയർ കോൺസ്റ്റന്റ് ആയിട്ട് into an indefinite future. Would you buy or sell the share if the current price of share is 54? Currently മാർക്കറ്റിൽ ആ ഷെയർ അവൈലബിൾ ആയിരിക്കുന്നത് 54 റുപ്പീസിനാണ്. ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. അപ്പൊ സോ നമുക്കറിയാം ഒരു ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ നമുക്കിപ്പോ അവൈലബിൾ ആയ ഷെയറിന്റെ അതായത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ വി ക്യാൻ ബൈ ദ ഷെയർ. സോ that is the real value of share is worth more than what we are giving for the share. So നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രിൻസിക് വാല്യൂ ആണ് ഈ ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി നോ ഇൻ ദിസ് പ്രോബ്ലം ഇവിടെ ഡിവിഡൻഡിന് 2 സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിനകത്ത് റാപ്പിഡ് ഗ്രോത്ത് സ്റ്റേജും നെക്സ്റ്റ് കോൺസ്റ്റന്റ് സ്റ്റേജും. സോ വി ഹാവ് ടു അപ്ലൈ ദ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. അപ്പൊ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ പ്രകാരം ഡിവിഡൻഡിന്റെ ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ കാണാനുള്ള ഫോർമുല V1 പ്ലസ് V2 ആണ്. V1 എന്ന് പറഞ്ഞ എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിലെ ഡിവിഡൻഡിന്റെ വാല്യൂ. അപ്പൊ V1 കാണാനുള്ള ഫോർമുല എന്താണ്, നമുക്കറിയാം രണ്ട് D1 ഉം D2 മാത്രമേ ഉള്ളൂ. അതായത് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് 2 per share, ആഫ്റ്റർ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫോർകാസ്റ്റ് 3 per share. അപ്പൊ 2 ഇയറിലെ ഡിവിഡൻഡ് ആണ് എന്തുള്ളൂ, എക്സ്ട്രാ ഓർഡിനറി പീരീഡിൽ ഉള്ളൂ. ദാറ്റ് ഈസ് D1 ഉം D2 ഉം. അപ്പൊ V1 വിൽ ബി ഈക്വൽ ടു D1 divided by 1 plus k all raised to 1 plus D2 divided by 1 plus k all raised to 2. D1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് അത് ഓൾറെഡി തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പൊ 2 by 1 plus k. k എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അതായത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അത് എത്രയാണ്, 15% ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ 15% ആണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 0.15 15/100. അപ്പൊ 2 by 1 plus 0.15 all raised to 1 plus D2 എന്ന് പറയുന്നത് എത്രയാ, ഇൻവെസ്റ്റർ ഫോർകാസ്റ്റഡ് ഡിവിഡൻഡ് ഓഫ് 3. അപ്പൊ 3 by 1 plus 0.15 all square. അപ്പൊ അതാണ്. അപ്പൊ 2 by 1.15 എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 1.74 ആണ്. പ്ലസ് 3 by 1.15 into 1.15 ചെയ്യുമ്പോൾ 2.27 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 4.01. അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡില് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.01 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, V2 കാൽക്കുലേറ്റ് ചെയ്യണം. V2 കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് കോൺസ്റ്റന്റ് പീരീഡില് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡിന്റെ ആക്ച്വൽ വാല്യൂ. അപ്പൊ V2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് DN into 1 plus g divided by k minus g into 1 plus k all raised to n ആണ്. We know dn എന്ന് പറഞ്ഞാൽ എന്താണ്, the dividend we will receive at the end of extraordinary period. ഇവിടെ D2 വെച്ചിട്ടാണ് extraordinary period അവസാനിക്കുന്നത്. അപ്പൊ extraordinary period നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത ഡിവിഡൻഡ് ആണ് ഈ dn എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് D2, അപ്പൊ അത് എത്രയാണ്, 3 ആണ്. 3 into 1 plus g എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് വിൽ ഗ്രോ അറ്റ് 10%. അപ്പൊ 1 plus 10% എന്ന് പറയുമ്പോൾ 0.10 ഡിവൈഡഡ് ബൈ k മൈനസ് g. k എന്ന് പറയുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അത് എത്രയാണ്, 15%. അപ്പൊ 0.15 മൈനസ് g എന്ന് പറയുന്നത് 10% ആണ്. 0.1
0.1 ഇൻറ്റു 1 പ്ലസ് കെ എന്ന് പറയുന്നത് 0.15 ഹോൾ സ്ക്വയർ. നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്ട്രാ ഈ n ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നാണ് D2 ആണ്, അതായത് എന്നാണോ എക്സ്ട്രാ ഓർഡിനറി ഡിവിഡൻഡ് ലാസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അതാണ് ആ n ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ 2 കൊല്ലല്ലേ, D1 വി ഹാവ് D2 ഫോർ എക്സ്ട്രാ ഓർഡിനറി പീരീഡ്, അപ്പോൾ 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ആണ് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത എക്സ്ട്രാ ഓർഡിനറി ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് 0.10 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് 0.15 മൈനസ് 0.10 ഇൻറ്റു 1 പ്ലസ് 0.15 ഹോൾ സ്ക്വയർ. അപ്പൊ 3 ഇൻറ്റു 1.1 എന്ന് പറയുന്നത് 3.3 ഡിവൈഡഡ് ബൈ 0.15 മൈനസ് 0.10 എന്ന് പറയുന്നത് 0.05 ഇൻറ്റു 1.15 ഇൻറ്റു 1.15 അത് അപ്പോൾ 3.3 ഡിവൈഡഡ് ബൈ 0.05 ഇൻറ്റു 1.15 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 49.91. സോ V1 പീരീഡില് വി വിൽ റിസീവ് ഡിവിഡൻഡ് അപ് ടു ദ വാല്യൂ ഓഫ് 4, V2ല് 49.91. അപ്പൊ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദീസ് ഫ്ലോസ് ആണ്. അപ്പൊ 4.01 പ്ലസ് 49.91 അപ്പൊ എത്രയാണ് 53.92 ആണ്. അപ്പൊ എന്താണ് 53.92 ആണ് ഇൻട്രൻസിക് വാല്യൂ. അപ്പോ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 54 ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇൻട്രൻസിക് വാല്യൂ. സോ മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും വലിയ ലാഭവും നഷ്ടമൊന്നും ഇല്ല. സോ ഹെൻസ് we can neither buy or sell the share. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, because the intrinsic value is equal to market value. It is sure that we cannot make much profit from that shares, because the intrinsic value of share is approximately equal to current market price. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. The rate of return of ABC Company Limited stock for the last 5 years is 25%. അപ്പോൾ 25% ആണ് എന്താണ് ABC കമ്പനിയിൽ ഇവിടെ 5 കൊല്ലത്തേക്കുള്ളത്, അതായത് ഗ്രോത്ത് വരുന്നത്. It is assumed that it will continue for the next 5 years. അപ്പൊ ഫസ്റ്റ് പീരീഡ് 5 കൊല്ലം 25% ഗ്രോത്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഹാവ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 10%. അപ്പൊ ആ 5 വർഷത്തിന് ശേഷം കോൺസ്റ്റന്റ് ആയി നമുക്ക് നോർമൽ കിട്ടുന്ന റിട്ടേൺ കിട്ടുള്ളൂ 10%. ആദ്യത്തെ 5 ഇയറിൽ വി വിൽ ഗെറ്റ് എക്സ്ട്രാ ഓർഡിനറി ഡിവിഡൻഡ് അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ ഓഫ് 25% ഗ്രോത്ത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആ 5 കൊല്ലം കഴിഞ്ഞാൽ 10% ആണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് നോർമൽ പീരീഡ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ഫോർ ദ കറന്റ് ഇയർ എന്ന് പറയുന്നത് 25 ആണ്. സോ ഹിയർ വി ഹാവ് D0. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ D1. The required rate of return is 20%. The price of stock is 423 now. Estimate the stock price under multiple growth model. Multiple growth model we know that we have two growth periods. First period എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പ്ലസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി രണ്ടും കോൺസ്റ്റന്റ് ആണ്. എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിനകത്തും നോർമൽ ഗ്രോത്ത് പീരീഡിനകത്തും ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡ് 25% ആണ് ഡിവിഡൻഡിന്റെ ഗ്രോത്ത് റേറ്റ് ഫോർ 5 years. ആഫ്റ്റർ ദാറ്റ് ആണ് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് 10 ആയി മാറുന്നത്. സോ നമുക്ക് ഫോർമുല നമുക്കറിയാം, V1 പ്ലസ് V2 ആണ്. V1 കാണാനുള്ള ഫോർമുല എന്താണ്, നമുക്ക് 5 കൊല്ലത്തേക്ക് വി ഹാവ് ദ എക്സ്ട്രാ ഓർഡിനറി ഡിവിഡൻഡ്. സോ D1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഓൾ റൈസ് ടു 1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഓൾ സ്ക്വയർ പ്ലസ് D3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് k all cube plus D4 divided by 1 plus k all raised to 4 plus D5 divided by 1 plus k all raised to 5 ഉണ്ട്. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് D1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് D1 D0 മാത്രമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എത്രയാണ് 25 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഫോർമേഷനും കൂടി ഉണ്ട്, എന്താണ് 5 കൊല്ലത്തേക്ക് 25% വെച്ചിട്ടാണ് ഡിവിഡൻഡ് ഗ്രോ ചെയ്യണത് കൂടി. അപ്പൊ ഗ്രോത്ത് റേറ്റ് 25 തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ ഡിവിഡൻഡ് 25 തന്നിട്ടുണ്ട്. അപ്പൊ അതായത് D0. അപ്പൊ D1 കാണാനുള്ള ഫോർമുല എന്താ,
D0 into 1 plus G. അപ്പോൾ 25 into എക്സ്ട്രാ ഓർഡിനറി പീരീഡിലെ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഇവിടെ രണ്ട് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, 10% ഇൻഡെഫിനിറ്റ്ലി, ഇത് നോർമൽ പീരീഡിലെ കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ്, 25% അതെന്താണ് എക്സ്ട്രാ ഓർഡിനറി പീരീഡ്. അത് കാണുമ്പോൾ തന്നെ അത് 25%, ഇത് 10%. അപ്പൊ അത് കാണാം. അപ്പോൾ 1 പ്ലസ് പോലെ എക്സ്ട്രാ ഓർഡിനറി പീരീഡിലെ ഗ്രോത്ത് റേറ്റ് എടുക്കുക. 25% എന്ന് പറയുമ്പോൾ 25/100 will be equal to 0.25. അപ്പൊ 25 into 1.25 will be equal to 31.25. This will be our D1. Then we have to calculate the D2. D2 എങ്ങനെയാണ്? ഇത് നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ഒരു 25% ഗ്രോത്ത് ഉണ്ടാവും. അതായത് D1ന്റെ 25% കൂടെ. അപ്പൊ D1 into 1 plus G. അപ്പൊ D1 എത്രയാ? 31.25 into 1 plus G എത്രയാണ്? 0.25 will be equal to 39.625. അങ്ങനെ നമ്മൾ D5 വരെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? D3 കാൽക്കുലേറ്റ് ചെയ്യണം. D3 എങ്ങനെയായിരിക്കും? D2 into 1 plus G. അപ്പൊ D2 എന്ന് പറയുന്നത് 39.625 into 1 plus 0.25. അപ്പൊ 39 into 1.25 എന്ന് പറയുന്നത് be equal to 48.8285. ഇനി D4 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലോ D3 into 1 plus 0.25. D3 എത്രയാ? 48.821 into 1 plus എത്രയാണ്? 1 plus 0.25. അതെന്ന് പറയുന്നത് 61.035. D5 കാണാൻ എന്തായിരിക്കും? D4 into 1 plus G. അപ്പൊ D4 61.035 into 1 plus G will be equal to 0.25. 61.035 into 1.25 will be equal to 76.2939. So we will have the dividends D1, D2, D3, D4 and D5. Then നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. D1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? D0 into 1 plus G ഫോർമുല ഉപയോഗിച്ച് we already calculated 31.25. അപ്പൊ 31.25 divided by 1 plus K എന്ന് പറയുന്നത് എത്രയാണ്? Required rate of return. അത് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്, 20% ആണ്. അപ്പൊ 1 plus 0.20 all raised to 1 plus D2 ഉണ്ട്. D2 എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്? 39.625 divided by 1 plus 0.20 square plus D3 എത്രയാണ്? ഇതേ into 1.25 48.8281 divided by 1 plus 0.20 all cube plus D4 എത്രയാണ്? 61.0351 by 1 plus 0.20 all raised to 4 plus D5 എത്രയാ? 76.2939 by 1 plus 0.29 into 5. ഇത് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കറിയാം. ഇന്ന് 5 രൂപ നിങ്ങൾക്ക് കിട്ടും, അടുത്ത കൊല്ലം നിങ്ങൾക്ക് 10% കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? 5ന്റെ 10% എത്രയാന്ന് നോക്കും? 0.5. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് എത്ര കിട്ടുക? 5.5. അത് കഴിഞ്ഞാൽ നമുക്ക് you will get 10% നെക്സ്റ്റ് ഇയർ ഓൾസോ എന്ന് പറയുമ്പോൾ 5.5ന്റെ 10% ആണ് നെക്സ്റ്റ് ഇയറിൽ കിട്ടുക കൂടുതൽ. 5.5 into 10/100. അത് തന്നെയാണ് ആ ലോജിക്ക്. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 31.25 divided by 1.20 26.04 plus ഇങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ അടുത്തതിന്റെ 27.126 plus നെക്സ്റ്റ് 28.257 plus 29.434 plus 30.665. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 141.522. So in extraordinary period we will have the dividend cash flow equals to 141.522. എക്സ്ട്രാ ഓർഡിനറി പീരീഡ് കഴിഞ്ഞു. പിന്നെ നോർമൽ പീരീഡ് ആണ്. അതിന്റെ ഫോർമുല V2 കാണാൻ dn into 1 plus G divided by K minus G into 1 plus K all raised to n. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ d എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അവസാനം എക്സ്ട്രാ ഓർഡിനറി പീരീഡ് എന്നാണ് എൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ദ 5 year for extraordinary dividend receiving. So D എന്ന് പറയുന്നത് D5 ആണ്. D5 എത്രയാണ്? 76.2939 into 1 plus ഇവിടത്തെ G എന്താണ്? നമ്മുടെ നോർമൽ പീരീഡിലെ ഗ്രോത്ത് റേറ്റ് ആണ്. അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 10%. എക്സ്ട്രാ ഓർഡിനറിയിലെ 25ഉം ഇവിടെ 10%. അപ്പൊ 1 plus 0.10 divided by K എന്ന് പറയുന്നത് 0.20 minus G 0.10 into 1 plus K എന്ന് പറയുന്നത് 0.20 all raised to n എന്ന് പറയുന്നത് എത്ര കൊല്ലാണോ എക്സ്ട്രാ ഓർഡിനറി പീരീഡ് ഉണ്ടായിരുന്നത്. അപ്പൊ എത്രയാണ്? 5.
അത് സോൾവ് ചെയ്യുമ്പോൾ 83.923 divided by 0.10 into 1.20 all raised to 5. അത് will be equal to 337.311 ആയി മാറും. നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് V1 plus V2 ആണ്. V1 എന്ന് പറയുന്നത് 141.522 plus V2 എന്ന് പറയുന്നതിന്റെ വാല്യൂ we get 337.311. that the sum will be equal to 478.83. So the intrinsic value of this share is equal to 478.83. ഇത്രയും വില അതിനുണ്ട്. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് തന്നേക്കണേ 423 ആണ്. അപ്പൊ മാർക്കറ്റില് അണ്ടർ പ്രൈസ്ഡ് ആണ്. ബട്ട് ഇറ്റ് ഹാസ് the share is more valuable than what we are giving for purchasing the share. So we can buy the shares because we can make profit in future because the share will reach the price up to its intrinsic value. ഇപ്പൊ 423 അവൈലബിൾ ആണ്, but you will get 478.83 from that share. So we can buy the shares. ഇപ്പൊ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ താങ്ക് യു.